ഹായ്, ഞാൻ KKM കൊണ്ടോട്ടി, ഒരു പ്രൊഫഷണൽ സോഫ്റ്റ് സ്കിൽസ് ട്രെയിനറാണ്, ബിസിനസ് കോച്ചാണ്. 17 വർഷത്തോളമായി HR മേഖലയിൽ സ്റ്റാഫ് ട്രെയിനിങ്ങും മറ്റും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ നിങ്ങളുമായി സംവദിക്കുന്ന വിഷയം ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ +2 എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഡിഗ്രി എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ കുട്ടികൾ വ്യത്യസ്ത കോഴ്സുകൾ സെലക്ട് ചെയ്ത് അവരുടെ കരിയർ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ HR മാനേജ്മെൻറ്റ് കോഴ്സ് എന്തുകൊണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. HR മാനേജ്മെൻറ്റ് കോഴ്സ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. കാരണം യൂണിവേഴ്സൽ ഡിമാൻഡും ജോബ് സെക്യൂരിറ്റിയും തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. HR മാനേജ്മെൻറ്റ് ഈസ് എ കോർ പില്ലർ ഓഫ് ബിസിനസ് സ്ട്രാറ്റജി ആൻഡ് ഓർഗനൈസേഷണൽ സക്സസ് എന്നുള്ളതാണ്. എന്ന് പറയുമ്പം ഏതൊരു ബിസിനസ്സിലും അതിൻ്റെ സ്ട്രാറ്റജി ഫോം ചെയ്യുന്നതിലും ആ ബിസിനസ് സക്സസ്സിലേക്ക് എത്തിക്കുന്നതിലും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പില്ലറായിട്ട് പ്രവർത്തിക്കുന്നത് HR മേഖല തന്നെയാണ്. നിങ്ങൾക്കറിയാം, പ്രധാനമായിട്ടും 4 ലീവറേജസ് ആണല്ലോ ഉള്ളത്. മണി ലീവറേജ്, ടെക്നോളജി ലീവറേജ്, ടാലൻറ്റ് ലീവറേജ് ആൻഡ് മാൻ പവർ ലീവറേജസ്. ആദ്യം പറഞ്ഞ മണി ലീവറേജ് ആകട്ടെ, ടെക്നോളജി ലീവറേജ് ആകട്ടെ, ടാലൻറ്റ് ലീവറേജ് ആകട്ടെ, ഇതൊക്കെ മാൻ പവർ ലീവറേജുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. ആദ്യം പറഞ്ഞ മണി ലീവറേജ് എന്ന് പറഞ്ഞാൽ പണം കൊണ്ട് പണം ഉണ്ടാക്കുകയാണെങ്കിലും അവിടെ മാൻ പവർ നിർബന്ധമാണ്. ടെക്നോളജി കൊണ്ട് പണം ഉണ്ടാക്കുമ്പോഴും അവിടെ മാൻ പവർ നിർബന്ധമാണ്. ടാലൻറ്റ് കൊണ്ടാണ് ഒരാൾ പണം ഉണ്ടാക്കുന്നതെങ്കിൽ അവിടെയും മാൻ പവർ നിർബന്ധമാണ്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 ലേവറേജസിൻ്റെ മുകളിലും മാൻ പവർ ലേവറേജ് ഉണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അവിടെ HR ഹ്യൂമൻ റിസോഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഭൂമിയിലുള്ള 7 ബില്യണിലധികം വരുന്ന മനുഷ്യന്മാരൊക്കെ തന്നെയും വ്യത്യസ്തരാണ്. സ്വഭാവം കൊണ്ടും മറ്റുള്ള നൈസർഗികമായ കഴിവുകൾ കൊണ്ടുമൊക്കെ ആളുകൾ വ്യത്യസ്തരായിരിക്കുമ്പോൾ ഈ മനുഷ്യന്മാരെ, ഈ വ്യക്തികളെ, ഓരോ സ്ഥാപനത്തിലെയും ജോലി ചെയ്യുന്നവരെ കൃത്യമായി മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതെല്ലാം ഈ HR മേഖലയുമായി കണക്റ്റഡ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പ്രധാനമായിട്ടും 3 M മാനേജ്മെൻറ്റുകളാണുള്ളത്. ഒന്ന് മെറ്റീരിയൽ മാനേജ്മെൻറ്റ്, മറ്റൊന്ന് മണി മാനേജ്മെൻറ്റ്, മൂന്നാമത്തത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്, മോസ്റ്റ് ക്രൂഷ്യലുമായിട്ടുള്ള മാൻ പവർ മാനേജ്മെൻ്റ് ആണ്. മെറ്റീരിയൽ മാനേജ്മെൻറ്റ് വളരെ ഈസിയാണ്. മണി മാനേജ്മെൻറ്റ് ലിറ്റിൽ ടഫർ ദാൻ ദാറ്റ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ്. ബട്ട് ദിസ് മാൻ പവർ മാനേജ്മെൻറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ആൻഡ് വെരി ക്രൂഷ്യൽ. ഏതൊരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളവും അവിടെ മാൻ പവർ മാനേജ്മെൻറ്റ് വളരെ വിലപ്പെട്ടതാണ്. ഓരോ വ്യക്തികളെയും അവരുടെ കഴിവുകേടുകളും മനസ്സിലാക്കി, അവരുടെ ആവശ്യങ്ങളും മറ്റും മനസ്സിലാക്കിക്കൊണ്ട് അവരെ മാനേജ് ചെയ്യാനും അവരെ കൃത്യമായിട്ട് വഴിതിരിച്ച് വിടാനും കഴിയുമ്പോൾ മാത്രമേ അവരുടെ അവനവൻ്റേതായ മേഖലയിൽ എന്തൊക്കെയാണോ ഡ്യൂട്ടീസ് അവനെ ഏൽപ്പിക്കപ്പെട്ടുള്ളത് അത് കൃത്യമായിട്ട് അവനെ കൊണ്ട് നിർവഹിപ്പിക്കാനും അവിടെ സ്ഥാപനത്തിന് അത് ബെനിഫിറ്റാക്കി മാറ്റാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ HR മേഖല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു സ്ഥാപനത്തിൻ്റെയും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പില്ലറാണ് HR മേഖല എന്ന് നാം മറക്കാതിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ കോഴ്സും വളരെ നല്ലൊരു കോഴ്സാണ്. ഇത് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിലേക്കാണ് ഞാൻ അടുത്ത സ്റ്റെപ്പിൽ വരുന്നത്. അടുത്തത്, ഈ കോഴ്സ് ഏറ്റവും നല്ലതാണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ ഇത് തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. നിങ്ങൾ ഒരു HR മാനേജ്മെൻറ്റ് കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ഡിഗ്രിക്ക് ശേഷമോ അല്ലെങ്കിൽ +2 ശേഷമോ ഒരു HR മാനേജ്മെൻറ്റ് കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡിപ്ലോമ കോഴ്സോ അല്ലെങ്കിൽ ഡിഗ്രിക്ക് ശേഷമാണ് എങ്കിൽ നിങ്ങൾക്ക് PG കോഴ്സുകളോ ഒക്കെ തിരഞ്ഞെടുക്കാവുന്നതാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, എത്രയും വേഗത്തിൽ നല്ലൊരു ജോലി കിട്ടാവുന്ന ഒരു ഡിപ്ലോമ കോഴ്സ് തിരഞ്ഞെടുക്കുന്നത് വളരെ നന്നായിരിക്കും. അത് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, 6 മാസത്തെ മറ്റൊക്കെ ഡിപ്ലോമ കോഴ്സുകളുണ്ട്. അതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് 1 വർഷത്തെ തന്നെ ഡിപ്ലോമ കോഴ്സുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അത് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് എങ്കിൽ ഏറ്റവും ബെസ്റ്റായി. അതല്ലെങ്കിൽ
ഈ ഡിപ്ലോമ കോഴ്സ് നിങ്ങൾ പ്ലസ് ടുവിന് ശേഷം ഈ ഡിപ്ലോമ കോഴ്സ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നല്ല നല്ല യൂണിവേഴ്സിറ്റികളുടെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി പോലെയുള്ള യൂണിവേഴ്സിറ്റികളുടെ ഓൺലൈൻ കോഴ്സുകൾ ഡിഗ്രി ആയിട്ടും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇവിടെ ഏത് നിങ്ങൾ ഡിപ്ലോമ ആയാലും PG ആയാലും ഏത് കോഴ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ എക്സ്പോഷറാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ട്രക്ചർ ആൻഡ് അൺഎംപ്ലോയ്മെൻ്റ് ഉള്ളത് കേരളത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂവിൽ ക്വാളിറ്റി ഇല്ല എന്ന് മനസ്സിലായി ഔട്ടാക്കപ്പെടുന്നത് കൊണ്ട് ജോലി ലഭിക്കാതിരിക്കുക. ഇതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ആ പുസ്തകത്തിൻ്റെ ചട്ടക്കുള്ളിലുള്ളത് മോഡ്യൂൾസുകൾ പഠിച്ച് പരീക്ഷ എഴുതി പരീക്ഷാ പേപ്പറിൽ മാർക്ക് വാങ്ങിപ്പോയത് കൊണ്ട് ഇന്നത്തെ കാലത്ത് കാര്യമില്ല. എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റുകൾക്ക് മാത്രം വാല്യൂ ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മനസ്സിലാക്കുക. ഏത് മേഖലയിലേക്കാണോ നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത്, തയ്യാറെടുക്കുന്നത്, ഏത് കരിയറാണോ നിങ്ങൾ സെറ്റ് ചെയ്യുന്നത്, ആ മേഖലയിലെ പ്രാക്ടിക്കൽ നോളജാണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഏതൊരു കോഴ്സ്, ഈ ഡിപ്ലോമയാകട്ടെ ഡിഗ്രി ആകട്ടെ HR മേഖലയിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രാക്ടിക്കൽ എക്സ്പോഷർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. രണ്ടാമത്തേത് സോഫ്റ്റ് സ്കിൽസ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് പുസ്തകത്തിൻ്റെ ചട്ടക്കുള്ളിൽ മാത്രം പഠിച്ച് പരീക്ഷ എഴുതിയാൽ പോരാ എന്ന് ഞാൻ പറഞ്ഞു. അതിൽ മാർക്ക് നേടിയാൽ മാത്രം പോരാ. പകരം സോഫ്റ്റ് സ്കിൽസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ് സ്കിൽസ്, ടൈം മാനേജ്മെൻറ്റ് സ്കിൽസ്, പ്രോബ്ലം സോൾവിങ്, ടീം ബിൽഡിംഗ് പോലെയുള്ള HR മേഖലയിൽ അനിവാര്യമായിട്ടുള്ള ധാരാളം സോഫ്റ്റ് സ്കിൽസുകളുണ്ട്. ഈ സോഫ്റ്റ് സ്കിൽസുകളിലെല്ലാം വളരെ പ്രാക്ടിക്കലായിട്ട് ട്രെയിനിങ് കിട്ടി അതെല്ലാം നിങ്ങളിലേക്ക് ഇൻകൾക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. അത്തരം ഒരു സ്ഥാപനം നിങ്ങളിതിനു വേണ്ടി ഓപ്റ്റ് ചെയ്യുക എന്നുള്ളത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല ആ സ്കിൽസുകൾക്കൊക്കെ നിങ്ങൾക്ക് പ്രത്യേക സർട്ടിഫിക്കറ്റുകളും കിട്ടണം. അത് വളരെ വാല്യുബിൾ ആയിരിക്കും. നിങ്ങളെടുക്കുന്ന ഡിപ്ലോമയേക്കാളേറെ, നിങ്ങളെടുക്കുന്ന PGയേക്കാളേറെ ഈ സോഫ്റ്റ് സ്കിൽസുകളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഏതൊരു ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുന്നിൽ ചെല്ലുമ്പോഴും വളരെ ഇമ്പാക്റ്റ് സൃഷ്ടിക്കുന്നതായിരിക്കും എന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തേത് സോഫ്റ്റ്വെയർസ് ആൻഡ് സിമുലേറ്റേഴ്സ് എന്നുള്ളതാണ്. ഏത് മേഖലയിൽ നിങ്ങൾ പഠിച്ച് തയ്യാറെടുക്കുമ്പോഴും ഒരു പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ഒരു റിയൽ വേൾഡ് എഫക്റ്റ് നിങ്ങൾക്ക് അവിടെ കിട്ടണമെങ്കിൽ അതിനാവശ്യമായുള്ള സോഫ്റ്റ്വെയർസിലും സിമുലേറ്റേഴ്സും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ കൃത്യമായി പ്രാക്ടീസ് ചെയ്യുകയും നിങ്ങൾ അങ്ങനെ ചെയ്താൽ എവിടെ നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുമ്പോഴും അവിടെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് യാതൊരു തപ്പലും ഉണ്ടാകില്ല. വളരെ കൃത്യമായിട്ട് നിങ്ങൾക്കത് ഉപയോഗിച്ച് അവിടെ സക്സസ് ആകാൻ സാധിക്കും. നാലാമത്തേത് മേക്ക് യു ജോബ് റെഡി എന്നുള്ളതാണ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഏതൊരു മേഖലയിൽ നമ്മൾ പഠിക്കുന്നതും ആ മേഖലയിൽ ജോലി ചെയ്യുന്നതും തമ്മിൽ എൻ്റയർലി ഡിഫറൻ്റ് ആണ്. അവിടെ എന്തൊക്കെ നമ്മൾ തിയറിറ്റിക്കലായിട്ട് പഠിച്ചു പോയാലും ആ ജോലിയിലേക്ക് എത്തുമ്പോൾ നമുക്ക് നിർബന്ധമായിട്ടും അവിടെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ കൃത്യമായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. HR മേഖല ലക്ഷ്യം വെച്ച് നിങ്ങളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ നിങ്ങളെ ഒരു ജോബ് റെഡി ടാലൻ്റാക്കി മാറ്റാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ കോഴ്സ് കഴിഞ്ഞ് ആ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾ 100% നിങ്ങളെ എക്സൽ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. ആ മേഖലയിൽ ഒരു ബെസ്റ്റ് പെർഫോമറാക്കി നിങ്ങളെ മാറ്റാൻ കഴിയണം. അങ്ങനെ മാറ്റാൻ സാധിക്കുന്ന സ്ഥാപനങ്ങളാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യേണ്ടത്. അതല്ലാതെ ഇൻസ്റ്റഗ്രാമിലെ വൈബ് മാത്രം നോക്കി നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്ഥാപനം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളാകെ ട്രാപ്പിൽപ്പെടും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, സ്ഥാപനത്തെക്കുറിച്ച് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അറിഞ്ഞതിന് ശേഷം മാത്രം ജോയിൻ ചെയ്യുക. HR മേഖലയിലെ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ഏതൊരു സ്ഥാപനമാണെങ്കിലും ആ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനത്തിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന അതല്ലെങ്കിൽ ലീഡ് ചെയ്യുന്ന വ്യക്തി ആ HR മേഖലയിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ട്രെയിനിങ്ങുകളും മറ്റും പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത്തരം ആളുകൾക്ക് ഈ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾ കടന്നു ചെല്ലാൻ പോകുന്ന മേഖലയിൽ എന്തൊക്കെയായിരിക്കും അവസ്ഥ എന്നും കൃത്യമായി പ്രഡിക്റ്റ് ചെയ്യാനും അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനും അവിടെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാക്കി തരാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഏത് സ്ഥാപനം നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോഴും അവിടെ അത്തരം ആളുകളുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. ആറാമത്തേതും അവസാനത്തേതും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പഠിക്കുന്നത് നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ. അതുകൊണ്ട്
കരിയർ സപ്പോർട്ട് അല്ലെങ്കിൽ പ്ലേസ്മെൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ സ്ഥാപനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അഷുറൻസ് നൽകുന്നുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അത്തരം സ്ഥാപനങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് അവർക്ക് ആരൊക്കെയായിട്ടാണ് ടൈപ്പ് ഉള്ളത് കാര്യങ്ങളെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അത്തരം കാര്യങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാകുക. അത്തരം കാര്യങ്ങളൊക്കെ അഡ്മിഷൻ്റെ മുന്നേ തന്നെ സംസാരിച്ച് ഉറപ്പുവരുത്തുകയും അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഈ പറഞ്ഞ 6 കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇത്തരം രീതിയിൽ നിങ്ങൾക്കൊരു കോഴ്സ് എടുക്കാൻ ഏറ്റവും ബെസ്റ്റ് ഒരു സ്ഥാപനം ഇന്ന് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ സ്ഥിതി ചെയ്യുന്ന PGA ആണ്, പാത്ത് ഗൈഡൻസ് അക്കാഡമി. അത് എല്ലാ നിലക്കും പ്രാക്ടിക്കലായി നിങ്ങൾ ഒരുക്കിയെടുത്ത് ജോബ് റെഡിയാക്കി നിങ്ങളെ പുറത്തേക്ക് വിടുകയും മാത്രമല്ല നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് നൽകുകയും ചെയ്യുന്നൊരു സ്ഥാപനമാണ്. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കോഴ്സ് തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ഭാവി സുരക്ഷിതമാകട്ടെ. താങ്ക് യു.